ബ്രസ്റ്റിൽ കാണുന്ന മുഴ അത് ക്യാൻസർ ആണോ? അത് 40 വയസ്സിന് ശേഷമാണ് ഈ ഒരു മുഴ വന്നതെങ്കിൽ അത് വളരെ കൃത്യമായിട്ട് ക്യാൻസർ ആവാനുള്ള സാധ്യതയുണ്ട്. കാരണം ഫൈബ്രോ അഡിനോമ ഒരു 35 അല്ലെങ്കിൽ 40ന്റെ ഉള്ളിലാണ് നമ്മൾ കൂടുതലായിട്ട് കാണാറുള്ളത്. രണ്ടാമതായിട്ടുള്ളത്, നിങ്ങൾ പ്രസവിച്ചിട്ടില്ല, പ്രോപ്പറായിട്ട് ബ്രസ്റ്റ് ഫീഡിങ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ക്യാൻസർ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഈ മുഴ കുറെ കാലമായിട്ടുണ്ട്, അതിന്റെ സൈസ് ഒന്നും കൂടുന്നില്ല, അങ്ങനെയാണെങ്കിൽ സാധാ മുഴയാണ്. അതേസമയം ക്യാൻസറിന്റെ മുഴ ഏകദേശം ഒരു 6 ആഴ്ചന്റെ ഉള്ളിലാവും നിങ്ങൾ കണ്ടെത്തുക, അതിന്റെ സൈസ് കൂടുന്നതായിട്ടും കാണാറുണ്ട്. ക്യാൻസറിന്റെ മുഴ പൊതുവെ വേദന ഉണ്ടാവില്ല. അതേസമയം ഫൈബ്രോ അഡിനോമ എന്ന് പറയുന്നത് നമുക്ക് പീരീഡ്സിന്റെ സമയത്തൊക്കെ ചെറിയ രീതിയിൽ വേദന വരാം. അതുപോലെ തന്നെ നമ്മൾ കുളിക്കുന്ന സമയത്തൊക്കെ അറിയാതെ ഇങ്ങനെ തൊടുമ്പോഴൊക്കെ ആവും ക്യാൻസറിന്റെ മുഴ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടാവുക. അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയൊരു പോയിന്റ് ആണ്, മുഴയുണ്ട്, അതിന്റെ കൂടെ നിങ്ങൾക്ക് പുറകിലേക്കും ഷോൾഡറിലേക്കൊക്കെ വേദന വരുമ്പോൾ അത് ഗ്യാസ് ആണ്, അതല്ലെങ്കിൽ വേറെ പ്രശ്നമാണെന്ന് പറഞ്ഞ് നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ പാടില്ല. കാരണം അത് സെക്കൻഡറി ആയിട്ട് ഈ ക്യാൻസർ സ്പ്രെഡ് ചെയ്തതാവാം. അപ്പൊ ഇത്രയും കാര്യങ്ങളിലൂടെ വളരെ കൃത്യമായിട്ട് നിങ്ങളുടെ മുഴ ക്യാൻസർ ആണോ അതല്ല സാധാ ഫൈബ്രോ അഡിനോമ പോലുള്ളതാണോ തിരിച്ചറിയാൻ പറ്റും. ഹോമിയോപ്പതിയിൽ നല്ല മികച്ച ചികിത്സ 2 രോഗത്തിനും ലഭ്യമാണ്. ധൈര്യമായിട്ട് നമ്മൾ കൺസൾട്ട് ചെയ്യാവുന്നതാണ്.